ഞാൻ ഈ കഥ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ കിളി പോയിട്ടുണ്ട്. സ്റ്റോറി ടൈം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരും പഠിക്കാൻ. ലൈക്ക് ബീഹാറിൽ നിന്ന് കുറച്ചുപേര് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം. ലൈക്ക് എന്റെ ഹിന്ദി ഈസ് നോട്ട് പെർഫെക്റ്റ്. ഉള്ള ഹിന്ദി വെച്ചിട്ട് ഞാൻ ഹിന്ദി പറയും. സോ ഈ ഹിന്ദിക്കാരിൽ ഒരാൾക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. ഇങ്ങനെ പതുക്കെ ഞാൻ എനിക്ക് അറിയുന്ന ഹിന്ദി പറയുന്നു, പുള്ളിക്കാരുടെ റിപ്ലൈ തരുന്നു, അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. പുള്ളി കഷ്ടപ്പെട്ട് മലയാളം പാട്ടുകളൊക്കെ പഠിച്ച് എനിക്ക് പാടിത്തരും. ലൈക്ക് മണിമുറ്റത്താവണിപ്പന്തലൊക്കെ എനിക്ക് പാടിത്തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഇങ്ങനെ പോകും. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സോ ഫോർ മീ അറ്റ്ലീസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് എ നൈസ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇങ്ങനെ ആവാൻ തുടങ്ങി. അതായത് ഞാനൊരു 10 മിനിറ്റ് ഓൺലൈനിലില്ല, അപ്പൊ തന്നെ പുള്ളി എനിക്ക് റീചാർജ് ചെയ്ത് തരും. ഇത് ഏതാ കാലം എന്നറിയോ? 2015-16 സമയത്ത്. അപ്പൊ ഡാറ്റക്കൊക്കെ നല്ല പൈസയുള്ള സമയമായിരുന്നു. ഓക്കെ, നമ്മൾ ഈ 250 രൂപക്കൊക്കെ ഒരു മാസം 1 GB ഉപയോഗിച്ചോടുന്ന കാലമായിരുന്നു. 2-3 ടൈംസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ഈ മലയാളികളും ഈ ഹിന്ദിക്കാരും തമ്മിലൊരു വേർതിരിവുണ്ടായിരുന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങ് സംസാരിക്കില്ല. അവരൊരു ഗാങ്, ഞങ്ങളൊരു ഗാങ്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഈ മലയാളികൾ തന്നെ ഈ പുള്ളിനെ വെച്ച് കളിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. വലിയ കാര്യമൊക്കെ ഒന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ മലയാളികളെല്ലാം കൂടെ ക്യാൻറ്റീനിൽ, കോളേജ് ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആരുടെയെങ്കിലും പൈസയൊന്നുമില്ല. അന്ന് എന്തോ ഞാൻ കൂടുതൽ ഓർഡർ ചെയ്യണമായിരുന്നു. ഞങ്ങളതിൽ പൈസ ഇല്ല. വലിയൊരു ഗാങ് ഉണ്ട് കേട്ടോ. അപ്പൊ അപ്പുറത്ത് നമ്മളെ പുള്ളിയും പുള്ളിയുടെ ഗാങ്ങും ഇരിക്കുന്നുണ്ട് ഹിന്ദിക്കാർ.